ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ലീവ് ചെയ്ത് പോയ സമയത്ത് അവർക്ക് കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞോ നിങ്ങളുടെ വാല്യൂ എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ കറൻറ്റ് ഫീലിങ്സിൻ്റെ ഡെക്കും ഉണ്ട്, നമ്മുടെ മേജർ ടാരോ ഡെക്കും ഉണ്ട്, ബിഗിനേഴ്സ് റൈഡർ വെയിറ്റ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നോക്കാം. റൈഡർ വെയിറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ലീവ് ചെയ്ത് പോയപ്പോൾ അവർക്ക് പെയിൻ ഉണ്ടായോ എന്താണ് നോക്കാം. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, കാർഡ്സ്. ഓക്കെ, 3 ഓഫ് കപ്സ് കാർഡും ഉണ്ട്, ഏസ് ഓഫ് സോർഡ്സ് കാർഡും ഉണ്ട്. നിങ്ങളെ ലീവ് ചെയ്ത് പോയ സമയത്ത് അവർക്ക് ആദ്യം വളരെ ഹാപ്പിനെസ് ആണ് തോന്നിയത്. കൈൻഡ് ഓഫ് അവരിൽ നിന്ന് ഓടുകയാണല്ലോ, അതുകൊണ്ട് യെസ് അങ്ങനെ അവർ ലൈഫിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തു. മേ ബി പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഞാൻ കാർഡ് എടുത്തതിന് ശേഷം റീഡ് ചെയ്യാം ബെറ്റർ. Two of Pentacles, King of Wands, ഒരു കാർഡ് വന്നിട്ടുണ്ട്. യെസ്, 5 of Wands. യെസ് കറക്റ്റ്. ബോട്ടം ജസ്റ്റിസ് ആണ്. ഓക്കെ, പറയണ്ടല്ലോ ജസ്റ്റിസ്. ഇനി നമുക്ക് കറൻറ്റ് ഫീലിങ്സിൻ്റെ ഇതിന് ശേഷം നോക്കാം അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ലീവ് ചെയ്ത് പോയ സമയത്ത് ഉണ്ടായിരുന്ന ഫീലിങ്സിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർക്ക് വളരെ ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്തത്. 3 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ലൈഫിൽ നിന്ന് പോയത്? ബിക്കോസ് ആ ഒരു പേഴ്സണ് ശരിക്കും അവരിൽ നിന്നാണ് ഓടിപ്പോയത്. കാരണം അവിടെ കുറച്ച് കാര്യങ്ങൾ റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി സെൽഫ് സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും, ഫാമിലിക്കെതിരെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ധൈര്യമില്ല, അവർ റൂട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അല്ലെങ്കിൽ അവർക്കങ്ങനെ മറ്റുള്ളവർ സംസാരിക്കാനുള്ള ഭയം, അതൊക്കെ അവർ ഇൻസെക്യൂരിറ്റീസാണ്. അതൊന്നും പൊട്ടിച്ച് കളയാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു ആ ഒരു സമയത്ത്. സോ അവർ റൺ ചെയ്തു. അവർക്കൊന്നുകൂടി ഈസി ആയിട്ടുള്ള ലൈഫാണ് അവർ ഓപ്റ്റ് ചെയ്തത്. അതാണ് ഈ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. സോ ഫസ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. ദേ ആർ ഹാപ്പി. അവർ ആദ്യം വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങളിൽ നിന്ന് ലീവ് ചെയ്ത് പോയപ്പോൾ. ബിക്കോസ് എന്തൊക്കെ സെൽഫായിട്ട് കുറേ മനസ്സമാധാനം കിട്ടിയ പോലെ ദേ ആർ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇന്നർ പീസ് കിട്ടിയ പോലെയാണ് ആദ്യം അവർക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ, എൻ്റെ എന്തോ വലിയ ബർഡൻ അങ്ങോട്ട് പോയി, ഞാൻ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയി എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയത്. ആൻഡ് ദേ ഹാവ് ടേക്കൺ മെനി സ്റ്റെപ്സ് ഇൻ ദെയർ ലൈഫ്. ഏസ് ഓഫ് സോഡ്സ് ആണ്. ഒരുപാട് സ്റ്റെപ്സ് എടുത്തു. പുതിയ തോട്ട്, പുതിയ പേഴ്സൺ, പുതിയ ജോലി, എല്ലാം ന്യൂയിലേക്ക് പോയി. ഓൾഡിനൊക്കെ ലീവ് ചെയ്തു. ഇനി പഴയതൊന്നും വേണ്ട, പാസ്റ്റ് ഈസ് പാസ്റ്റ്, നോ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കരിയർ അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ്. ഏസ് ഓഫ് സോഡ്സ് മീൻസ് പുതിയ പേഴ്സണെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ജോലിയിലേക്ക് പോകണം. ഈ പഴയ തോട്ട്സും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല കാര്യങ്ങളിലും പല ഫൺ ആക്ടിവിറ്റീസിലും പോലും ദേ ആർ എൻഗേജ്ഡ് ആയിരുന്നു. ആൻഡ് അവരെ മെൻ്റലി അവർ ഓക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മെൻ്റലി അവർ ഓക്കെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏസ് ഓഫ് സോഡ്സ് ആണ് കേട്ടത്. ഏസ് ഓഫ് സോഡ്സ് മീൻ തോട്ട്സ് ആണ്. പുതിയ തോട്ട്സുകൾ അവരുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകൾ വരുന്നുണ്ട്. നല്ല ചിന്തകളുണ്ട്, മോശം ചിന്തകളുണ്ട്. കുറ്റബോധമൊന്നും ആ സമയത്ത് വന്നിട്ടില്ല. അവർക്ക് ഭയങ്കര പീസാണ് ആ ഒരു ആദ്യ വേളകളിൽ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ സെപ്പറേഷൻസ് മേ ബി വിത്തിൻ വീക്സ് ടു മന്ത്സ് ദേ ആർ വെരി ഹാപ്പി. അല്ലെങ്കിൽ ഒരു 6 months വരെയൊക്കെ പോകാൻ വേണമെങ്കിൽ 3 to 6 months വരെ ദേ ആർ ഹാപ്പി എന്നൊരു മോഡിലായിരുന്നു. കാരണം അവർ വേറെ കാര്യങ്ങൾ തേടുന്നു, പല കാര്യങ്ങൾ എൻഗേജ്ഡ് ആക്കുന്നു. ആൻഡ് ദേ ആർ ഓൾവേസ് ഇൻ ബിസി മോഡ്. പക്ഷേ അത് ഓക്കെ. അതിനുശേഷം കിട്ടിയ കാർഡ് 4 ഓഫ് കപ്സ് ആണ്. അതിന് താഴെ 5 ഓഫ് വാൻസ് ആണ്, കിങ് ഓഫ് വാൻസ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ്. ആൻഡ് ബോട്ടം പറയണ്ടല്ലോ, ജഗ്ലിംഗ്. ബോട്ടം ജസ്റ്റേഴ്സ് ആണ്, ജഗ്ലിംഗ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതിനുശേഷം അവർ ഒരുപാട് കാര്യങ്ങളിൽ ബിസി ആകുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുമ്പോഴും അവർക്ക് എവിടെയോ എന്തോ ഒരു കുറവുണ്ടല്ലോ, സംതിങ്. ബിക്കോസ് അവർ ആഗ്രഹിച്ച കാറ് വാങ്ങുന്നു, ആഗ്രഹിച്ച വീട് വാങ്ങുന്നു, ആഗ്രഹിച്ച ജോലി വാങ്ങുന്നു, എന്തൊക്കെയാണ് അവരുടെ ആ 3D ലൈഫ് ഉണ്ടായിരുന്നത് അതൊക്കെ അവർ നേടി. ആൻഡ് അവരുടെ കൂടെ പുതിയ പേഴ്സൺ ഉണ്ട്. പക്ഷെ ആ പുതിയ പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് എത്ര അവരുമായിട്ട് അടുക്കാൻ ശ്രമിച്ചാൽ പോലും ദർ ഇസ് സംതിങ് വോയിഡ്. ദേ ഫീൽ സം കൈൻഡ് ഓഫ് മിസ്സിങ് എന്തോ ഒരു സംതിങ് ഈസ് മിസ്സിങ് എന്നൊരു ഫീൽ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവർ ഭയങ്കര ഹാപ്പി. 3 ഓഫ് കപ്സ്, ഇത്രയും സന്തോഷ നിമിഷത്തിൽ ഇരിക്കുമ്പോൾ പോലും പെട്ടെന്ന് അവർ മൂഡ് ഓഫ് ആവുന്നതും അവർ പെട്ടെന്ന് ഒരു ബ്ലേഡ് ഔട്ട് ആവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. സോ ദേ ആർ തിങ്കിങ്, എന്താണ് എനിക്ക് പറ്റിയത്, എല്ലാം ഉണ്ടായിട്ട് വൈ കാണ്ട് വൈ കാണ്ട് ബി ഇൻ ഹാപ്പി മോഡ്, എന്തുകൊണ്ട് ഒരു ഹാപ്പി മോഡിലേക്ക് പോകുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് മിസ്സിങ് എനർജി വന്നു തുടങ്ങി. അവർ പഴയ കാര്യങ്ങൾ, മേ ബി നിങ്ങളുടേതായ ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർ നിങ്ങളെ പല ആളുകളിൽ നിന്നും തേടാൻ ശ്രമിച്ചു. പക്ഷെ
അവർ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സ്നേഹം വേറൊരു പേഴ്സണിൽ നിന്ന് തേടിയപ്പോൾ അത് കണ്ടീഷൻ ലവ് ആണെന്ന് അവർ പിന്നെ മനസ്സിലാക്കി. അത് ഇപ്പോൾ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഇത് വാങ്ങിത്തരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഞാൻ ഐ വിൽ ഡൂ ദിസ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഓഫർ ലവ് ആയിരുന്നു. നിങ്ങളുടെ അങ്ങനെയായിരുന്നു, യു ആർ അൺകണ്ടീഷണൽ, നിങ്ങളൊന്നുമില്ലാതെയും അവരങ്ങനെയായിട്ടാണ് സ്നേഹിച്ചത്. അവരുടെ ആ ഒരു കുറ്റവും കുറവും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് സ്നേഹിച്ചു. പക്ഷെ അവരെ കൂടെയുള്ള പുതിയ പേഴ്സൺസ്, എക്സ് ഓഫ് സോർട്സ് പോലെ പറയുന്നത് പുതിയ ആൾക്കാർ എങ്ങനെയാണ് അവരെ കണ്ടിരുന്നത്? അവരുടെ കുറ്റവും കുറവുകളും അവരെ കളിയാക്കാനും, നീ ഇങ്ങനത്തെ കുറവാണ്, അല്ലെങ്കിൽ നിനക്ക് ഇതില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നന്നായിട്ട് പബ്ലിക്കിലും കളിയാക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പല കാര്യങ്ങളിൽ അവർ സഫർ ചെയ്യാൻ തുടങ്ങി. 4 ഓഫ് കപ്സ്, ദേ ആർ അൺസാറ്റിസ്ഫൈഡ്, ഒരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലാത്ത ലൈഫിലേക്ക് വന്നു. 3 കപ്പ് ഉണ്ട്, ദാറ്റ് മീൻസ് അത്രയും സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ട് പോലും ദേ ആർ അൺഹാപ്പി. അവർക്ക് ഇനിയും വേണം, അങ്ങനെ തോന്നി. ഇനിയും ഇതിൻ്റെ കുറവായിരിക്കുമോ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ധനം ഉണ്ടാക്കണം, ഇപ്പോൾ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എന്തിലേക്ക് അവർ പോയാലും സം കൈൻഡ് ഓഫ് വോയിഡ് ദേ ആർ ഫീലിംഗ്, ഒരു വോയിഡ്, എന്തോ ഒരു സംതിങ്, അതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തോ സംതിങ് കുറവ് വന്നു. പിന്നെ അവരുടെ ആ ഒരു എനർജി, അവർ ഒരുപാട് ദേഷ്യം, വാശി, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ എന്താണെന്ന് അറിയുന്നത്, പക്ഷെ ഒരു പ്രാന്ത് പോലത്തെ എനർജി വന്നു തുടങ്ങിയപ്പോൾ ഫൈറ്റിംഗ് വന്നു തുടങ്ങി. അവരുടെ എനർജി പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പോകുന്ന സ്ഥലത്ത് ഫാമിലി, മേ ബി വിത്ത് ദിസ് ന്യൂ പേഴ്സൺ, ന്യൂ ഫാമിലി ആയിട്ടൊക്കെ അവർക്ക് ഫൈറ്റിംഗ് വന്നു തുടങ്ങി. 5 ഓഫ് വാൻസ്, മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഒരുപാട് വന്നു തുടങ്ങി. സോ ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് അഡിക്ഷനിലേക്ക് പോകാൻ തുടങ്ങി. എന്തൊക്കെയോ സംതിങ് മിസ്സിങ്, ദേ ആർ നോട്ട്, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്നെ ഇതാക്കുന്നത് എന്ന്. അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർ കുറേ പർജ് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. അവർക്ക് ഉൾമനസ്സിൽ ഒരുപാട് കുറ്റബോധം, മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ഫൈറ്റിങ്. പിന്നെ അവർ പോണോടത്തൊക്കെ കരിയറിലാണെങ്കിൽ ഒരുപാട് ഫൈറ്റിംഗ് എനർജി, ഇവരെ പുതിയ പേഴ്സണുമായിട്ട് എന്തൊക്കെയോ ഫൈറ്റിംഗ് എന്നുള്ളൊരു കാര്യങ്ങളാണ് വന്നു തുടങ്ങുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നതാണ് കാണുന്നത്. ഓക്കെ, സോ കിങ് ഓഫ് വാൻസ്, അപ്പോഴാണ് അവർ പഴയ പാസ്റ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. യെസ്, അതാണ് എൻ്റെ ആ പാസ്റ്റാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. കാരണം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഹാപ്പിനെസ് ആൻഡ് ഇന്നർ പീസ് എനിക്ക് വേറെ എന്തിൽ നിന്നും എനിക്ക് ലഭിക്കില്ല എന്നുള്ള ബോധ്യം വന്നു. ജഗ്ലിംഗ് ആയിരുന്നു. എന്തുകൊണ്ട് ജഗ്ൾ ചെയ്തു? നിങ്ങളെ മെയിൻ ലീവ് ചെയ്യാൻ കാരണം ഫിനാൻഷ്യലി ഇവരധികം സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളും അത്ര സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസസ് ആണ് മെയിൻ ഇഷ്യൂ ആയിരുന്നത്. അവർക്ക് ഒരുപാട് ധനമാണ്, നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാകുമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ വാട്ട് ഹാപ്പൻ ഈസ്, ഇവർക്ക് ഇതൊക്കെ ലഭിച്ചിട്ടും അവർക്ക് ഹാപ്പി ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി പണമല്ല, ദാറ്റ് റിയൽ എനർജി, ആ റിയൽ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ്, അല്ലെങ്കിൽ ലോയൽ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മളായിട്ട് കാണുന്ന പേഴ്സൺസ് ആണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പിനെസ് കൊണ്ടുവരിക എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കിങ് ഓഫ് വാൻസ് ഒരു പാസ്റ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇത് എൻ്റെ പ്രശ്നമായിരുന്നു, എൻ്റെ ഇഷ്യൂസ് ഞാൻ വേറൊരാളെ മേലടിച്ചേൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് മെല്ലെ ഹീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുക. അതുകൊണ്ടാണ് കർമ്മ, അവർക്ക് ഒരുപാട് കർമ്മ കിട്ടാൻ തുടങ്ങി. അവർ മറ്റു റിയൽ പേഴ്സണെ വിട്ട് വേറൊരു പുതിയ പേഴ്സണിലേക്ക് പോയപ്പോൾ ആ പേഴ്സൺ ഒരുപാട് വേദനിച്ചു, പെയിൻ, ദ സഫറിങ് അവർ വെൻ ത്രൂ, അതൊക്കെ ഇവർക്ക് അതിന് ഡബിൾ എക്സൽ ആയിട്ട് എന്ന് പറയാം. അത്രയും ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ യൂണിവേഴ്സ് കൊടുത്തു. ആൻഡ് അവർക്ക് ആ പെയിൻ അനുഭവിച്ചു കൊടുത്തു. മേ ബി ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന സഫറിങ്സ് ആയിരിക്കാം, പെട്ടെന്ന് അവർ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നതായിരിക്കും. പല രീതിയിൽ ഇവർക്ക് ഇഷ്യൂസസ് വരാൻ തുടങ്ങി. ആ ഇഷ്യൂസസിൽ നിന്നാണ് അവർക്ക് മനസ്സിലായത് കർമ്മ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത കർമ്മയായിരുന്നു. നല്ലൊരു പേഴ്സണെ വിട്ട് ഗ്രീൻ ഈസ് ഗ്രീനർ ദാൻ അതേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ പോയതാണ്. ആ ഒരു അക്കരെ പച്ചയായിരുന്നു. അത് അവർക്ക് റിയലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റിസ്, അതുകൊണ്ട് ഈ ഒരു ഇയർ 2024 ഈസ് എ സാറ്റേൺ ഇയർ ആയിരുന്നു. സാറ്റേൺ റിട്രോഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് സാറ്റേണിൻ്റെ ആ ഒരു കർമ്മ അവരെ പഠിപ്പിച്ചു കൊടുത്തു. റിയൽ ഏതാണ്, ഫേക്ക് ഏതാണ് എന്നുള്ള ഡിഫറൻസസ് കംപ്ലീറ്റ്ലി അവരെ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നോക്കൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരുപാട് ഇവരുടെ ലൈഫിൽ ഇവർ ചെയ്ത പോലെ തന്നെ അവരുടെ തേർഡ് പാർട്ടിയും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അവരുടെ പാർട്ട്ണറും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്നതും അവർ കൂടുതൽ പാസ്റ്റിലേക്കാണ്. അവർക്ക് തീരെ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റ് മെമ്മറീസ്, പാസ്റ്റിൽ നടന്ന ഒരുപാട് നല്ല മൊമെൻറ്റ്സ് അവർക്ക് ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ കോൺഫ്ലിക്ട്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വളരെ ഹാപ്പി ആയിട്ട് തോന്നി, ബിക്കോസ് അവരെന്തിൽ നിന്നൊക്കെ ഓടി. പക്ഷെ പിന്നെ റിയാലിറ്റി വന്നപ്പോൾ അവർക്ക് റിയാലിറ്റി ഫേസ് ചെയ്യാൻ റിഗ്രറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ അവരിതാ ഈ ഒരു കർമ്മ ഫേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവർ ഓരോരോ കർമ്മകൾ വീട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ചിന്ത വരുന്നുണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചതിൻ്റെയാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന്. മേ ബി നിങ്ങൾക്ക് ഇത് ഈ ഒരു പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്റ്റൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ ലീവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് സീക്രറ്റ്സ് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെയിനിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ. ലവ് ബിലീവ്സ്. അവർ വിചാരിച്ചിരുന്ന പ്രണയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ധനം അല്ലെങ്കിൽ ഒരുപാട് പൈസ അതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു പ്രണയം എന്നാണ്. ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. രണ്ട് സോളും തമ്മിലുള്ള കണക്ഷൻസ്, ആ ബോണ്ടാണ്. ആ ബോണ്ട് ഇല്ലാണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ചിന്തകൾ, അവർ വളർന്നു വന്ന പ്രണയത്തിനുള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു, ലവ് ബിലീവ്സ്. പക്ഷെ അതല്ല. റിയൽ ലവ് എന്ന് പറയുന്നത് ബോണ്ടാണ്. അത് തമ്മിൽ എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും ആ ഒരു കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ടുപോവില്ല. അത് ഒരു തിങ്ങിനോ അല്ലെങ്കിൽ ഗോൾഡോ അല്ലെങ്കിൽ വെൽത്തിനോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ലവ് ഇരിക്കുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് സോൾ കണക്ഷൻ എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. മെഡിറ്റേഷൻസ്, അവർ ലോ ഓഫ് അട്രാക്ഷൻസ് മെഡിറ്റേഷൻസ്, കാരണം അവർക്ക് സമാധാനമില്ല. അപ്പോൾ അതിനു വേണ്ടി അവർ കുറച്ച് നേരം സമാധാനത്തിലിരിക്കാനുള്ള സ്ഥലത്തേക്ക് പോകുന്നു, മെഡിറ്റേറ്റീവ് സെൻറ്ററിലേക്ക് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാമോ പ്ലേസിലേക്ക് പോയി കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെഡിറ്റേഷൻസ് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അൺകണ്ടീഷണൽ ലവ്, ശരിക്കും അവർ അൺകണ്ടീഷണൽ ലവ് പഠിപ്പിച്ചതും നിങ്ങളാണ്. അപ്പോൾ അവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല, സെൽഫ് ലവ് ഉണ്ടായിരുന്നില്ല, അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരിതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേഷ്യൻസ്, ക്ഷമ ഒരുപാട് വേണം. കാരണം അവർ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു ബോട്ട് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ബോട്ടിനെ അവർ പറഞ്ഞയച്ചതാണല്ലോ അവരുടെ ഇഷ്ടത്തോടെ. ഇനി ആ ബോട്ട് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് തിരിച്ചു വരുമോ എന്നറിയില്ല. അതിങ്ങനെ കടലിൽ ഇതായിട്ട് കാണുന്നുണ്ട്. സോ പേഷ്യൻസ്, അവരൊരുപാട് ക്ഷമ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഡീൽ ചെയ്ത കാർമിക് പാർട്ട്ണറിനാണ്. ഈ കാർമിക് പാർട്ട്ണർ അവർ ഒരുപാട് ക്ഷമ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, പഠിച്ചിട്ടുമുണ്ട്. ആൻഡ് അവർക്ക് അവരോട് തോന്നുന്നത് ഞാനൊരു പ്ലെയർ ആയിരുന്നു, ഞാൻ ഫീലിങ്സ് വെച്ച് കളിച്ചു. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ജെന്യുവൻ ആയിരുന്നു. പക്ഷെ അത് ഒരു സമയത്ത് അവർ മറന്നു പോയിട്ടുണ്ട്. സോ അവർക്ക് സ്വയം തോന്നുകയാണ് ഞാനൊരു പ്ലെയർ എനർജി ആയിരുന്നു, ഞാൻ മറ്റുള്ളവരെ പറ്റിച്ചോ അല്ലെങ്കിൽ പ്രണയത്തെ അങ്ങനെ കണ്ടു എന്നൊക്കെ കുറ്റബോധം വരുവാണ്. അപ്പോൾ അവർ ക്രൈയിങ് ആൻഡ് ഡിപ്രഷൻ, അവർ കരയാണ്. ആൻഡ് ഇത് ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡ് പറയുന്നത് ചിലവർക്ക് ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം. ട്വിൻ ഫ്ലെയിം ഇപ്പോൾ റെഡി അല്ല, ബിക്കോസ് അവർ അവരുടെ സോളിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഡിപ്രഷനിൽ പോകുന്ന സ്റ്റേജാണ്, ഡാർക്ക് നൈറ്റ് ആയിരിക്കും. വൺ സൈഡഡ് ലവ് കണ്ടോ, അവരുടെ ഹൃദയം മുറിഞ്ഞു പോകുന്നതാണ് കാണിക്കുന്നത്. അവർക്ക് തോന്നുകയാണ് ഇത് ഒരാൾക്ക് മാത്രമേ ഇതിൽ സ്നേഹം ഉള്ളൂ എന്നാണ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അതാണ് ആ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ബ്ലീഡ് ചെയ്ത് വരുന്നത്. വൺ സൈഡഡ് ലവ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം. അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരുന്നു. അവർ നിങ്ങൾ ഒരുപാട് ഫോർഗിനെസ് ചെയ്യുന്നുണ്ട്, ക്ഷമ പറയുന്നു, സോറി എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മെൻ്റലി അവർ പറയുന്നുണ്ട്. ആൻഡ് ഫോർഗിനെസ്, ഇത് കാണുന്നവർക്ക് ഫോർഗിനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. ആൻഡ് എവേക്കണിങ്, ഇത് അവരെ എവേക്കണിങ്ങിനെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആദ്യം കിട്ടിയ കാർഡ് ലവ് ബിലീവ്സ് ആണ്. പ്രണയത്തോടുള്ള അവരുടെ വിശ്വാസം ശരിക്കുമുള്ള പ്രണയമായിരുന്നില്ല. അങ്ങനെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ചുമ്മാ ഇങ്ങനെ കുറേ പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ അതൊക്കെയാണ് പ്രണയം എന്നാണ്. പക്ഷെ അതല്ല റിയൽ ലവ് എന്ന് അവർ പഠിച്ചു. ആൻഡ് എവേക്കണിങ്ങിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് 2 കാർഡ് കിട്ടി. യു വിൽ ഗെറ്റ് ത്രൂ ദിസ്, ഇതിലൂടെ കടന്നു പോകേണ്ടതാണ്. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും അവർക്കും. ബിക്കോസ് അത് നിങ്ങൾ 2 പേരുടെ സോളിന് ഇവോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദ എവല്യൂഷൻസ് അല്ലെങ്കിൽ എവേക്കണിങ്. അടുത്ത കാർഡ് വന്നത് നോക്കൂ, ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. മിററിങ് എന്ന് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, മാരേജ് കാർഡ്. അവർ നിങ്ങളെ സെക്കൻഡ് ചാൻസസ്, ഒരു മാരേജ് ചെയ്യാൻ, നിങ്ങളുമായിട്ട് ബന്ധമാവാൻ അല്ലെങ്കിൽ എഗെയിൻ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളാണ് അവരുടെ റിയൽ ലവ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് കാർഡ്സ് വന്നത്. സോ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ലീവ് ചെയ്ത് പോയ സമയത്ത് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഹിഡൻ ട്രൂത്താണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളത്. അതാണ് നമ്മളിന്ന് റീഡ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങളിതുപോലെ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം താഴെ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങോ ടാരോ കോഴ്സോ സബ് കോൺഷ്യസ് ഹീലിംഗ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ഹീലിങ്സ് എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു.